ഹായ്, ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതാണ്. അതിന് 10 വെണ്ടയ്ക്ക എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതും 2 സവാള നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും. ആദ്യം നമ്മൾ തേങ്ങ ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ട് നമ്മൾ വഴറ്റണം. അത് നല്ല ഇതിലായി വന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമ്മൾ മറ്റൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എന്ത് ചെയ്യാം, അതിൽ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചെത്തി വെച്ചിട്ടുള്ള മുളക് അതിലിട്ടിട്ട് വഴറ്റുക. അതൊന്ന് കുറച്ച് വഴന്ന് വരുമ്പോൾ നമ്മൾ ചെത്തി വെച്ചിട്ടുള്ള അതുപോലെ സവാള അതേപോലെ വഴറ്റിയെടുക്കുക. അത് കൂട്ടത്തിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴന്ന് വന്നാൽ അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ ചെത്തി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് ഇളക്കി ചേരുവയ്ക്കന് പാകത്തിനാക്കി വയ്ക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അതിലിട്ടിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഇളക്കി ഇതൊക്കെ എല്ലാത്തിക്കും പിടിക്കുന്ന രീതിയിൽ വെണ്ടയ്ക്കൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് എന്നിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ച് പിന്നെ മൂടി എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കത് സെർവ് ചെയ്യാം. പിന്നെ ഈ വിഭവം എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.